ഒരു വെറൈറ്റി കോഴ്സ് ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ വീഡിയോയിൽ നമ്മൾ CMA അഥവാ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി എന്ന കോഴ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ കോഴ്സിന് ഏജ് ലിമിറ്റ്സ് ഇല്ല. അതുകൂടാതെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏത് വിഷയം പഠിച്ച സ്റ്റുഡൻസിന് വേണമെങ്കിലും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ്സ് ഗെറ്റ് ടു ഇറ്റ്. CMA അഥവാ കോസ്റ്റ് അക്കൗണ്ടൻസി ഓർ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി. ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് ICMA അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ആരാണ് ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ICMA എന്ന് പറയുന്നത് ഇന്ത്യയിലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ബോഡിയാണ്. ഇതൊരു അസോസിയേഷനാണ്. ഇറ്റ്സ് ആൻ അസോസിയേഷൻ ഓഫ് അക്കൗണ്ടൻസ്. ഈ അസോസിയേഷനിലേക്ക് ഒരു മെമ്പറായിട്ടുള്ള ICMAയുടെ അസോസിയേഷനിൽ മെമ്പറായിട്ടുള്ള ഒരു അക്കൗണ്ടൻറ്റിനെയാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു 3 ലെവൽസ് ഓഫ് എക്സാമിനേഷൻ പാസ് ആവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റ്? എന്താണ് ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ജോലി? കമ്പനികളിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ആളാണ് കോസ്റ്റ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് തന്നെ ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റിൻ്റെ കോർ ഏരിയ എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും പ്രൈസിങ് ഡിസിഷൻ, ബജറ്റിംഗ്, ഇൻഡയറക്റ്റ് ടാക്സേഷൻ എന്നിവയാണ്. പക്ഷേ ഒരു CA കാരൻ്റെ എല്ലാ കോർ ഏരിയയും CMA ടച്ച് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്, ഡയറക്റ്റ് ടാക്സേഷൻ, ഈ കാര്യങ്ങളിലും എല്ലാം CMAക്ക് എക്സ്പെർട്ടൈസ് ഉണ്ട്. ആർക്കാണ് ഈ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റുക? +2 കഴിഞ്ഞ സ്റ്റുഡൻസിനും ഈ ഒരു കോഴ്സ് ചെയ്യാം. ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവർക്കും ഈ ഒരു കോഴ്സ് ചെയ്യാം. ഈ ഒരു കോഴ്സ് 3 ലെവലായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ, രണ്ടാമത്തത് ഇൻ്റർമീഡിയറ്റ്, മൂന്നാമത്തത് ഫൈനൽ. ഇപ്പോൾ ഫൗണ്ടേഷൻ സ്റ്റേജിലേക്കാണ് +2 കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു എൻട്രൻസ് പോലെയാണ്. ഇതിനകത്ത് 4 വിഷയമാണുള്ളത്: എക്കണോമിക്സ് ആൻഡ് മാനേജ്മെൻറ്റ്, ലോ, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റിംഗ്. ഈ 4 വിഷയങ്ങൾ ഒരു എൻട്രൻസ് പോലെയാണ്. ഈ 4 വിഷയങ്ങളും ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലേക്ക് അഡ്മിഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പാസിംഗ് ക്രൈറ്റീരിയ ഇങ്ങനെയാണ്: ഒരു വിഷയത്തിന് 40% മാർക്കും 4 വിഷയത്തിന് കൂടി 50% മാർക്കും വേണം. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം 40% കിട്ടാതെ പോയാലോ അഗ്രിഗേറ്റ് തികയാതെ വന്നാലോ പിന്നെയും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഫൗണ്ടേഷൻ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റേജ് ഇൻ്റർമീഡിയറ്റ് ആണ്. ഇൻ്റർമീഡിയറ്റിലേക്ക് ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത സ്റ്റുഡൻസ് ഏതെങ്കിലും ഒരു ഡിഗ്രി, ഫൈനാൻസ് ഒഴികെ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ള സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ CA ഇൻ്റർ കഴിഞ്ഞവർക്കോ ICMAയുടെ CAT കഴിഞ്ഞവർക്കോ CS കഴിഞ്ഞവർക്കോ ഒക്കെ എന്ത് ചെയ്യാം, ഈ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇൻ്റർമീഡിയറ്റിനകത്ത് മൊത്തം 8 പേപ്പറാണുള്ളത്. 8 പേപ്പർ 2 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുന്നു, 4 വീതം. ഇതിൻ്റെ പാസിംഗ് ക്രൈറ്റീരിയ ഒരുപോലെ തന്നെയാണ്. ഒരു പേപ്പറിന് 40%, 4 പേപ്പറിന് കൂടി 50% വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പേപ്പർ പോയാൽ നമ്മൾ ആ എൻറ്റയർ ഗ്രൂപ്പ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇൻ്റർമീഡിയറ്റ് പാസ്സായി കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേജാണ്. ഫൈനൽ സ്റ്റേജിലും 8 പേപ്പറാണ്, 2 ഗ്രൂപ്പ് വീതം, സെയിം പാസിംഗ് ക്രൈറ്റീരിയ ആണ്. ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റിലും ഫൈനലും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അപ്പോൾ ആ ഒരു സിലബസിൽ നിന്ന് വായിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്, നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവും. ഇനി ഇതിനകത്തൊരു കമ്പൾസറി 15 മാസത്തെ ട്രെയിനിങ് വരുന്നുണ്ട്. അത് നിങ്ങൾ ഇൻ്ററിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇൻ്റർ ക്വാളിഫൈ ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ സ്റ്റൈഫൻഡിനകത്ത് വ്യത്യാസമുണ്ട്. ഈ ഒരു ട്രെയിനിങ് കാലഘട്ടത്തിൽ നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടും. അപ്പോൾ ഇൻ്റർ ക്വാളിഫൈ ചെയ്തിട്ടാണെങ്കിൽ സ്റ്റൈഫൻഡ് കൂടുതൽ കിട്ടും. ഇൻ്റർ ക്വാളിഫൈ ചെയ്യാത്തവർക്കാണെങ്കിൽ സ്റ്റൈഫൻഡ് ഇച്ചിരി കുറവായിരിക്കും. 15 മാസത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫൈനൽ എക്സാം എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി സത്യത്തിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണോ, നിങ്ങളൊരു CMA ആവണം എങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ് എക്സ്പീരിയൻസ് വേണം. പക്ഷേ 15 മാസത്തെ ട്രെയിനിങ്ങും ഫൈനൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതാണ്. ഈ ജോലി നമ്മുടെ ട്രെയിനിങ് എക്സ്പീരിയൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് 3 വർഷത്തെ ട്രെയിനിങ് എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അതിൻ്റെ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കോഴ്സ് ഭയങ്കര അഫോർഡബിൾ ആണ്. മിഡിൽ ക്ലാസ് ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് CMA എന്ന് പറയുന്നത്. അപ്പം ഫൗണ്ടേഷൻ ആണെങ്കിൽ 4000, ഇൻ്റർമീഡിയറ്റ് 20,000, ഫൈനൽ ലെവൽ. ഇതാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ്. ഇനി ഇതിൻ്റെ കൂടെ ഇൻ്റർമീഡിയറ്റിൽ 2 ട്രെയിനിങ് പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. സോഫ്റ്റ് സ്കില്ലും അതുപോലെ തന്നെ 100 hours IT ട്രെയിനിങ്ങും, ഫൈനലിലും ഒരു 7 ദിവസത്തെ IOTP ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ട്രെയിനിങ് പ്രോഗ്രാമും വരുന്നു. ഇതിൻ്റെ കോച്ചിങ് എങ്ങനെയാണ്? ഈ രജിസ്ട്രേഷൻ ഫീസിനകത്ത് കോച്ചിങ് ഫീസ് ഉൾപ്പെടെയാണ്. ICMAയുടെ കീഴിൽ ഇന്ത്യ മുഴുവൻ ചാപ്റ്റേഴ്സ് ഉണ്ട്. ചാപ്റ്റർ ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ്, അവിടെ പോയാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കോച്ചിങ് എടുക്കാം. പക്ഷേ അത് വലിയ ഡ്യൂറേഷൻ ഒന്നും കാണില്ല, ദിവസം 2 മണിക്കൂർ കാണത്തുള്ളൂ. അത്തരത്തിലുള്ള സന്ദർഭത്തിലാണ് പ്രൈവറ്റ് കോച്ചിങ്സ് വരുന്നത്. പ്രൈവറ്റ് കോച്ചിങ് സെൻറ്റർ കേരളത്തിലെമ്പാടും ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് പോയിട്ട് കോച്ചിങ് എടുക്കാം. പക്ഷേ അതിന് എക്സ്ട്രാ ഫീസ് ആവും. അതുപോലെ തന്നെ ഓൺലൈൻ കോച്ചിങ് ഉണ്ട്, അതിനകത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്.
ഇതിൻ്റെ ഫ്രീഡം എന്ന് പറയുന്ന ഒരു കറസ്പോണ്ടൻസ് കോഴ്സാണ്. ചാർട്ട് അക്കൗണ്ടൻസി, കോസ്റ്റ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറിഷിപ്പ് എന്നൊക്കെ പറയുന്ന കറസ്പോണ്ടൻസി കോഴ്സാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീഡം ഉണ്ട്. എപ്പോഴാണ് പരീക്ഷ എഴുതേണ്ടത്, എപ്പോഴാണ് കോച്ചിങ് എടുക്കേണ്ടത്, എല്ലാം നിങ്ങളുടെ ചോയ്സാണ്. ഇതിൻ്റെ അഡ്മിഷൻ നിങ്ങൾക്ക് ഓൺലൈൻ അഡ്മിഷൻ എടുക്കാം, അല്ലെങ്കിൽ ചാപ്റ്ററിൽ പോയിട്ട് നിങ്ങളുടെ അടുത്തുള്ള കോസ്റ്റ് അക്കൗണ്ടൻസി ചാപ്റ്റർ ഏതാണെന്ന് ICMA.in പോയാൽ അറിയാൻ പറ്റും. ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അവിടെ പോയി ഓഫ്ലൈനായിട്ട് അഡ്മിഷൻ എടുക്കാം, അല്ലെങ്കിൽ ICMA.in പോയി ഓൺലൈനായിട്ടും അഡ്മിഷൻ എടുക്കാം. ഇതിൻ്റെ ജോലി ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ സൗത്ത് ഇന്ത്യക്കാരായതുകൊണ്ട് ചെന്നൈയിലായിരിക്കും ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വരുന്നത്. ഏകദേശം നിങ്ങൾക്കൊരു 40,000 മുതൽ 50,000 രൂപ സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. CMA, CA, CS അപ്ഡേറ്റ്സിനും വീഡിയോസിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.